ഇന്ന് നാം യഹോവ സാക്ഷികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യഹോവ സാക്ഷികൾ ക്രിസ്ത്യാനികളാണോ? അതായത് ഈ ക്രൈസ്തവ സഭകളുടെ ഏതെങ്കിലും ഡിനോമിനേഷനിൽ ഇവർ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് ക്രൈസ്തവ സഭകളിൽ പോലും വളരെയധികം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ യഹോവ സാക്ഷികൾ ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ വരുമ്പോൾ അവരുടെ കൈകളിലുള്ളത് നാം ഉപയോഗിക്കുന്ന ബൈബിളാണ്. നമ്മുടെ ബൈബിൾ ആണ് അവർ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവർ യഹോവ സാക്ഷികൾ അവരുടെ സുവിശേഷം നമ്മോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈബിൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവരും ക്രിസ്ത്യാനികളാണ് എന്നാണ്. അങ്ങനെ പലരും ധരിച്ചു വശായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. എപ്പോഴാണ് യഹോവ സാക്ഷികൾ എന്ന് പറയുന്നതായ ഒരു സംഘം രൂപീകൃതമായത് എന്നൊക്കെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. യഹോവ സാക്ഷികൾ ഔദ്യോഗികമായി ഇവർ അറിയപ്പെടുന്നത് വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി എന്നാണ്. എന്താണ് വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി എന്നാണ് ഇവരറിയപ്പെടുന്നതായ ആ സംഘത്തിൻ്റെ ആദ്യ നാമം. ചാൾസ് ടേയ്സ് റസൽ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയാണ് ഈ വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റിക്ക് രൂപം നൽകിയത്. ഇദ്ദേഹം തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല. തിയോളജിക്കൽ സെമിനാറിയിലോ ഒന്നും പോയി പഠിച്ചതോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ഏതെങ്കിലും വിധത്തിലോ പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ബൈബിൾ വായിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റേതായ ഒരു ചിന്താഗതിയിലും വിശ്വാസത്തിലും ഒരു ആശയഗതിയിലും ഈ ബൈബിളിനെ ഒരു പ്രത്യേകിച്ച് യുണീക്കായിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റേതായ ഒരു തനതായ ഒരു ശൈലിയിൽ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറയുന്നതായ വാച്ച് ടവർ ബൈബിൾ ആൻഡ് ട്രാക്ട് സൊസൈറ്റി രൂപീകൃതമാകുന്നത്. ഈ യഹോവ സാക്ഷികൾ എന്ന് ഈ പേര് വരുന്നത് അതിന് പിന്നീടാണ്, അയാളുടെ മരണശേഷമാണ് ഈ പേര് വരുന്നത്. 1852 ഫെബ്രുവരി 16 ഇദ്ദേഹം ജനിക്കുന്നത് തന്നെ. 1852 ഫെബ്രുവരി 16 ഇദ്ദേഹം ജനിക്കുന്നത്. പിറ്റ്സ്ബർഗ് എന്ന സ്ഥലത്താണ് ജനനം. ഇദ്ദേഹം തിയോളജി ഒന്നും പഠിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് എന്നാലും ഇദ്ദേഹം ബൈബിൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അദ്ദേഹം സ്ഥാപിച്ചു. അങ്ങനെ ആ ഗ്രൂപ്പിൽ കുറേ ആളുകൾ പങ്കുചേർന്നു. അവർക്ക് അദ്ദേഹം ബൈബിൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തനതായ സ്വന്തം ആശയഗതിയിൽ. അങ്ങനെ അദ്ദേഹത്തെ സ്റ്റുഡൻസൊക്കെ പാസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങി. 1879 അദ്ദേഹം ഒരു മാഗസിൻ തുടങ്ങി. ആ മാഗസിൻ സിയോൺസ് വാച്ച് ടവർ എന്നാണ് അതിൻ്റെ പേര്. ആ മാഗസിനിൽ അദ്ദേഹം തൻ്റെ സ്വന്തം വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ നൽകി ഒരു പുതിയ ബൈബിളിന് രൂപം നൽകി എന്ന് തന്നെ പറയാം. 1886 ആ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പ് പ്രകാശനം ചെയ്തു. 1886 മിലേനിയൽ ഡോൺ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ആദ്യത്തെ ആ പ്രസിദ്ധീകരണം. 1916 ഇദ്ദേഹം നിര്യാതനായി. തുടർന്ന് ജോസഫ് എഫ് റൂത്ത്ഫോർഡ് പാസ്റ്ററായി ചുമതലയേറ്റു. സത്യത്തിൽ ഇദ്ദേഹമാണ് ഈ പുതിയ സഭയ്ക്ക് ജഹോവ വിറ്റ്നസസ് എന്ന പേര് നൽകിയത്. റൂദർഫോർഡ് 1942 മരിക്കുന്നു. തുടർന്ന് നാഥാൻ നോവ
എന്നു പേരുള്ള ഒരു ജഹോവ വിറ്റ്നസിൻ്റെ ഒരു അംഗം തന്നെ പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുന്നു. ഇദ്ദേഹം 1977 മരണമടയുന്നു. തുടർന്ന് പ്രസിഡൻ്റായി ഫ്രെഡറിക് ഡബ്ല്യു ഫ്രാൻസ് സ്ഥാനമേൽക്കുന്നു. ലോകം മുഴുവൻ ജഹോവ വിറ്റ്നസ് എന്ന് അവർക്ക് വിശ്വാസികളുണ്ട്, ചർച്ചുകളുണ്ട്, അവരുടെ സുവിശേഷ പ്രവർത്തനമൊക്കെ നടന്നു വരുന്നുണ്ട്. ഏകദേശം 20 ലക്ഷത്തോളം അംഗസംഖ്യയുള്ള ഒരു വിഭാഗമാണിവർ. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഈ ജഹോവ വിറ്റ്നസ്സുകാർക്ക് ത്രിത്വം, അതായത് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസമില്ല. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയിൽ, ദൈവികത്വത്തിൽ അവർക്ക് വിശ്വാസമില്ല. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവർക്ക് വിശ്വാസമില്ല. ഇതിനൊക്കെ അവർ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഈ ബൈബിളും എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. സാൽവേഷൻ ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്, ഇത് നമുക്കറിയാം. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായ ഒരു വചനമുണ്ടല്ലോ ബൈബിളിൽ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നത് കൃപയാണ്, ദൈവകൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജഹോവ വിറ്റ്നസ് രൂപം കൊണ്ടത്. ഇതാണ് അവരുടെ വിശ്വാസം. ജീസസ് ദ ക്രൈസ്റ്റ്, എ ക്രിയേറ്റഡ് ഇൻഡിവിജ്വൽ, ഈസ് ദ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് പേഴ്സണേജ് ഓഫ് ദ യൂണിവേഴ്സ്. ജഹോവ ഗോഡ് ആൻഡ് ജീസസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സുപ്പീരിയർ അതോറിറ്റീസ്. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. എന്താണ്? ജീസസ് ദ ക്രൈസ്റ്റ്, എ ക്രിയേറ്റഡ് ഇൻഡിവിജ്വൽ, ഈസ് ദ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് പേഴ്സണേജ് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ദൈവശക്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അത്ഭുത ശക്തിയാണ് ഈ പറഞ്ഞായ യേശു. അപ്പോൾ യേശുവിന് രണ്ടാം സ്ഥാനം അവർ കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഓൾമൈറ്റി ഗോഡ് ആൻഡ് ദി സെക്കൻഡ് സ്റ്റേജ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് അവരുടേതായ വിശ്വാസം. ജഹോവ ഗോഡ് ആൻഡ് ജീസസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സുപ്പീരിയർ അതോറിറ്റീസ്. അപ്പോൾ യേശുവും സർവശക്തനായ ദൈവം കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ അതോറിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുപ്പീരിയർ അതോറിറ്റി, ഈ പറഞ്ഞ ഈ ദൈവിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നതാണ്. ഹി വാസ് എ ഗോഡ്, അവൻ ദൈവമാണ്. അതാണ് അവർ പറയുന്നത്. ഹി വാസ് എ ഗോഡ്, അവൻ ദൈവമായിരുന്നു. ബട്ട് നോട്ട് ദി ഓൾമൈറ്റി ഗോഡ്, എന്നാൽ അവൻ സർവശക്തനായ ദൈവമല്ല. സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ജഹോവ. അപ്പോൾ ഇതാണ് അവർ പറയുന്നത്. ഹി വാസ് എ ഗോഡ് ബട്ട് നോട്ട് ദി ഓൾമൈറ്റി ഗോഡ് ഹു ഈസ് ജഹോവ. ഓൾമൈറ്റി ഗോഡ് എന്ന് പറയുന്നത് യഹോവയാണ്, പക്ഷേ യേശു ക്രിസ്തു ദൈവമാണ്. അപ്പോൾ ഇതിനാധാരമായി അവർ അവർ ചൂണ്ടിക്കാട്ടുന്നത് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 28, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്താ അവർ പറയുന്നത്? മൈ ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ ഐ, എൻ്റെ പിതാവ് എന്നെക്കാളും വലിയവനാണ്. അത് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മൈ ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ ഐ. ഇതാണ് അവർ പറയുന്നത്. ദൈവം എന്നെക്കാൾ വലിയവനാണ്. അപ്പോൾ അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ അവർക്ക് വിശ്വാസമില്ല. പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്നാണ് അവർ പറയുന്നത്. അക്കോർഡിംഗ് ടു ദി വാച്ച് ടവർ സൊസൈറ്റി, ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ ഗോഡ് ഹെഡ്. ദൈവത്തിനായിട്ട് ഈ ഹോളി സ്പിരിറ്റിന് ഒരു പങ്കുമില്ല എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ദ വാച്ച് ടവർ ഡിനൈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഹെൽ ആസ് എ പ്ലേസ് ഓഫ് എവർലാസ്റ്റിംഗ് പണിഷ്മെൻറ്റ് ഫോർ ദി വിക്കറ്റ്. അതായത് പാപം ചെയ്ത പാപികൾക്ക് ഉള്ള ശിക്ഷാവിധിക്കുള്ള ഒരു സ്ഥലമാണ് നരകം എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും പാപികൾക്ക് വേണ്ടി ദൈവം ഇങ്ങനെ ഒരു നരകം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ അടിസ്ഥാനമായ വിശ്വാസം. ഇനി കുറേ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ജഹോവ സാക്ഷികൾ
നാമൊക്കെ തന്നെ നമ്മളെ കയ്യിലുള്ള നമ്മളെ വീട്ടിലുള്ള ബൈബിളുമായിട്ടാണ് അവരും കടന്നു വരുന്നത് നമ്മുടെ അടുത്തേക്ക്. എന്നിട്ട് അവർ നമ്മളോട് സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോൾ അവരും അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസം പോലെ തന്നെ ഇന്നിപ്പം ക്രൈസ്തവ സമൂഹത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന് പല ഡിനോമിനേഷൻസ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവരാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്. ട്രിനിറ്റിയിൽ വിശ്വസിക്കാത്തവർ ക്രിസ്ത്യാനികളല്ല. അപ്പോൾ ആ ഒരു വകഭേദത്തിൽപ്പെട്ടവരാണ് ഈ ജഹോവ സാക്ഷികൾ. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.